ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൂരജ്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ഹാങ്ങിങ് പ്രോബ്ലം ആയിരിക്കും, സ്ലോയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്ത് കഴിയുമ്പോൾ സ്റ്റോറേജ് ഫുള്ളെന്നൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു 3 സൊല്യൂഷൻ പറഞ്ഞുതരാം. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കണം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ സൈഡിൽ തന്നെ ഗൂഗിൾ അക്കൗണ്ട് കാണിക്കും. ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതിനകത്ത് മാനേജ് ആൻഡ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് കാണിക്കും. അത് ഓപ്പൺ ആക്കി മാനേജർ ഓപ്പൺ ആക്കുക. അത് കഴിയുമ്പോൾ ദിസ് ഡിവൈസ് എന്ന് കാണിക്കും. അതിൻ്റെ താഴെ നോട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കി കഴിയാൻ നേരത്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ എല്ലാം ഇതിനകത്ത് കാണിക്കും. അത് ഫുള്ള് റിമൂവ് ചെയ്യുക. ഇത് ഫസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കണം. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി കഴിയാൻ നേരത്ത് അതിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് ചെല്ലുമ്പോൾ ഡേറ്റ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് ഡേറ്റ ഡിലീറ്റ് ഓൾ ഡേറ്റാസ് എന്ന് പറയാം. വെച്ചാൽ ഗൂഗിളിൽ കയറി നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളും അത് സേവ് ആയി കിടക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യുക. അത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുത്ത് എബൌട്ട് സെക്ഷൻ ഉണ്ട്. അത് ഓണാക്കി കഴിയാൻ നേരത്ത് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കി കഴിയുമ്പോൾ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 3 വട്ടം നോക്കി കഴിയുമ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ഓണാവും. ചില ഫോണുകളുടെ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ കാണത്തില്ല. ഞാനപ്പം ഈ പറയുന്ന കണക്ക് തന്നെ നമ്മുടെ എബൌട്ട് എടുത്ത് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കൊടുത്ത് അതിനകത്ത് ബിൽഡപ്പ് നമ്പർ വന്നിട്ട് അത് നോക്കി കഴിയുമ്പോൾ ഓൾറെഡി ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ഓണാകുന്നതായിരിക്കും. ആ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ഓണാക്കി കഴിയാൻ നേരത്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്നത് അത് ഓഫാക്കുക. ആനിമേഷൻ ഡ്യൂറക്ഷൻ സ്കെയിൽ എന്ന് പറയുന്നത് അത് ഓഫാക്കുക. സിമുലേൻ്റ് സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത് ഞാൻ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് വർക്കായിക്കൊണ്ട് ആനിമേഷനൊക്കെ ഓഫാകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്തോ, ആൻഡ് എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം അടുത്ത വീഡിയോ കാണാം.